ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മൾ ഒരു സാധനം കാണിക്കാൻ വന്ന് ഓങ്കിയോ നിങ്ങൾക്കറിയാം, AVRൻ്റെ രാജാവാണ്. ഓങ്കിയോയുടെ ഒരു സെറ്റാണ് ഇത്. നമുക്ക് ചെങ്ങന്നൂരിൽ നിന്ന് ഷിബു സാറ് കൊണ്ടുവന്നതാണ്. ഇതാണ് ഷിബു സാറ് വളരെ കഷ്ടപ്പെട്ട് ഗൾഫിലായിരുന്നു നമുക്ക് കൊണ്ടുവന്ന സെറ്റാണ്. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 110 വോൾട്ടിലേ വർക്ക് ചെയ്യുള്ളൂ. 110 വർക്ക് ചെയ്യുന്ന 110 നിങ്ങൾക്കറിയാലോ, അമേരിക്കയിൽ പിന്നെ വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ 110 രാജ്യമുണ്ട്. പണ്ട് ജപ്പാനിൽ 110 ഈ ഗൾഫിൽ ദുബായിൽ അല്ലേ ഇടക്കാലത്ത് 110 ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോൾ അത് മാറ്റിയെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ 110 അപ്പോൾ അങ്ങനെ വന്ന ഒരു സെറ്റാണ്. അപ്പോൾ നമ്മൾ 110 നമ്മുടെ 230 കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺവേർട്ടർ വെച്ചാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെറ്റ് റെഡിയാണ്, സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ മണ്ടയിലെല്ലാം ഒത്തിരി പൊടി ഉണ്ടായി. സാധാരണ AVRകൾക്കെല്ലാം നമ്മുടെ ഇവിടെ വരുമ്പോൾ ഈ മണ്ടയിൽ നിന്ന് പൊടി അടിച്ച് ICകൾക്കൊക്കെ കംപ്ലയിൻറ്റ് വന്നാണ് ഇത് ബോർഡ് കംപ്ലയിൻറ്റ് എപ്പോഴും വരുന്നത്. അതെപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് കുറഞ്ഞിരിക്കും. പിന്നെ ഇതിപ്പോൾ ഞാൻ മൊത്തം ബ്രഷ് വെച്ചെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഉപയോഗമില്ലാത്ത സമയത്ത് ഒന്ന് മൂടി വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരു നല്ല ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഈ ICകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ബോർഡും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ പൊടി അടിച്ച് കളഞ്ഞെന്നോർത്തൊന്നും പോകത്തില്ല. ഇങ്ങനെയൊക്കെ കളഞ്ഞ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സാധനം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള സാധനമാണ്. നല്ല കറണ്ടും എടുക്കും, നല്ല സൗണ്ട് ക്വാളിറ്റിയും കിട്ടും, എല്ലാം ഓക്കെ ആയിട്ടുള്ള സാധനമാണ്. പണ്ട് നമുക്ക് ഒരു AVR എന്നൊക്കെ പറഞ്ഞാൽ മേടിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. ഇപ്പോഴും ഓങ്കിയോടെ AVRനൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 10,000-60,000 രൂപ 70,000 രൂപ വിലയുള്ള സാധനമാണിത്. ഇത് നല്ല സൗണ്ട് ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന, നല്ല അടിപൊളിയായിട്ട് കേൾക്കേണ്ടവർക്ക് നല്ല ബോസിൻ്റെ സ്പീക്കർ, തൻ്റെ ബോസിൻ്റെ സ്പീക്കറല്ലേ, ബോസിൻ്റെ സ്പീക്കറൊക്കെ ഉള്ളവർക്ക് ശരിയായി ഇത്. അപ്പോൾ നമ്മളിത് റെഡിയാക്കി. ഇത് വന്നപ്പോൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു, ആ പൊട്ടൽ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ തകിടെല്ലാം ചളുങ്ങിയായിരുന്നു, അതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. 2 സ്പീക്കർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓഡിയോ ഇന്ന് കൊടുത്തേ, ഓഡിയോ ഇന്ന് പോസ് ചെയ്തിട്ട് ഓഡിയോ ഇന്ന് കൊടുക്കും. കണ്ടോ, ടിക് ടിക് എന്നുള്ള ഒച്ച നീ കേട്ടത്, അത് റിലേ എന്ന് പറയുന്ന സാധനം ഇതിനകത്തുണ്ട്. നമ്മുടെ ഹാർട്ട് ഇടിക്കുന്നത് പോലെ റിലേ ഓൺ ആയെങ്കിൽ ഇത് വർക്കാവുള്ളൂ. ഇത് പഴയ ടെക്നോളജിയിലുള്ള സംഭവമാണ്. ഇതിൻ്റെ സ്വിച്ചിങ്ങുകളെല്ലാം റിലേ വഴിയാണ്. കാരണം കൂടുതൽ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ റിലേ വഴിയേ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ സ്വിച്ചിങ് ICകൾ വെച്ച് ചെയ്യുന്നുണ്ട്, അത് ചെറിയ വോൾട്ടേജസും പൾസുകളും പറ്റുള്ളൂ. അപ്പോൾ അതേന്ന് ഡിജിറ്റൽ ടെക്നോളജിയിലേക്ക് മാറിയപ്പോൾ ശരിക്കും ഈ റിലേയുടെ ഒച്ച കേൾക്കത്തില്ല. അപ്പം നമ്മുടെ സഹോദരൻ റിലേയുടെ ഒച്ച കേട്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്തോ ഒരു ശബ്ദം അകത്തുനിന്ന് കേൾക്കുന്നു. അത് എന്തോ ശബ്ദമല്ല, അത് ഓണായതിൻ്റെ ശബ്ദമാണ്. ഇതാണ് നമുക്കിപ്പോൾ വോളിയം നമ്മൾ കൊടുക്കുവാണ്. സാധനം വർക്കിങ്ങാണ്, നല്ല കിണ്ണൻ സൗണ്ട് ക്വാളിറ്റിയാണ്. 2 സ്പീക്കർ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓക്കെ. അപ്പോൾ അത് കേട്ടല്ലോ. ഇതിൻ്റെ അകമെല്ലാം ഒന്ന് കാണിച്ചേരെ, ഇതിൻ്റെ മോഡൽ നമ്പറൊക്കെ ഒന്ന് പറഞ്ഞേരെ. സെറ്റ് ഓക്കെയാണ്. സാറിന് കൊണ്ട് ബോസിൻ്റെ സ്പീക്കർ കൊടുത്ത് ഉപയോഗിക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ, 110 ഒരു അഡാപ്റ്റർ നല്ലത് വേണം. അതിൻ്റെ ആംബിയർ എത്ര എടുക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം.